ഹലോ, ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൻ്റെ മാരത്തോൺ MCQ ആയിട്ട് പാർട്ട് 2 ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. എൻ്റെ പേര് ഷിജു. ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം. ആദ്യത്തെ ചോദ്യം, ദ നമ്പർ ഓഫ് NAND ഗേറ്റ്സ് റിക്വയർഡ് ഫോർ XNOR ഇംപ്ലിമെൻറ്റേഷൻ ഈസ്. XNORന് എത്ര NAND ഗേറ്റുകൾ ഉപയോഗിക്കണം എന്നാണ് ചോദ്യം. XNORന് ആക്ച്വലി 5 NAND ഗേറ്റുകൾ ഉപയോഗിക്കണം കേട്ടോ. അതെങ്ങനെയാണ് വരിക നോക്കാം. ഇങ്ങനെയാണ് 5 NAND ഗേറ്റുകൾ നമ്മൾ ഉപയോഗിക്കേണ്ടത്. അതായത് ഇവിടെ എന്താണ് വന്നത്, ഇവിടെ എ ബാർ എടുത്തു കേട്ടോ, ഇവിടെ ബി ബാർ എടുത്തു, എന്നിട്ട് എ ബാർ ഇൻറ്റു ബി ബാർ ദ ഹോൾ ബാർ എടുത്തു. അപ്പോൾ എ ബാർ എടുത്തു, ബി ബാർ എടുത്തു, എ ബാർ ഇൻറ്റു ബി ബാർ ദ ഹോൾ ബാർ എടുത്തു. ഇവിടെ വരെ മനസ്സിലായില്ലേ? ഇനി അതിനെ എ ഇൻറ്റു ബി ദ ഹോൾ ബാർ എടുത്തു. ഇത് എയും ബിയും കൂടെ വെറുതെ ആൻഡ് ചെയ്തിട്ടുള്ളതാണ്. ഇത് എ ബി ദ ഹോൾ ബാർ ആണ്, അതാണ് ഇത്. അതിൻ്റെ കൂടെ വീണ്ടും ആൻഡ് ചെയ്തു. അപ്പോൾ എ ബി ദ ഹോൾ ബാർ ചെയ്തു. അപ്പോൾ എന്ത് സംഭവിച്ചു? എന്താണ് സംഭവിക്കുക? നമ്മൾ ഹോൾ ബാർ കോംപ്ലിമെൻറ്റിനെ നമ്മൾ മിനിമൈസ് ചെയ്യുമ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുക? എ ബി ദ ഹോൾ ബാർ എന്ന് വരും. ഇവിടെ ഇൻറ്റു എന്നുള്ളത് പ്ലസ് ആയി മാറും. എ ബാർ ബി ബാർ എഴുതി, മുകളിൽ 2 ഹോൾ ബാർ വന്നു കഴിഞ്ഞാൽ എന്താ അർത്ഥം? കോംപ്ലിമെൻറ്റ് ഓഫ് എ കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതേ നമ്പർ തന്നെയാണ്. ഓക്കെ, അപ്പോൾ എ ബി ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ബി തന്നെയാണ്. പ്ലസ് എ ബാർ ബി ദ ഹോൾ ബാർ. അപ്പോൾ എന്ത് സംഭവിച്ചു? അവിടെയും എ ബാർ ഇൻറ്റു ബി ബാർ എന്ന് തന്നെയാണ് വരാൻ പോകുന്നത്. അപ്പോൾ എ ബി പ്ലസ് എ ബാർ ഇൻറ്റു ബി ബാർ എന്നാണ് കേട്ടോ ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ എ ബി ഇതല്ല, എ ബി പ്ലസ് എ ബാർ ഇൻറ്റു ബി ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് എ XNOR ബി ആണ്. അപ്പോൾ 5 NAND ഗേറ്റുകളാണ് XNOR ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ആവശ്യമായിട്ട് ഉള്ളത്. ഇതിനോടൊപ്പം തന്നെ നമുക്ക് മറ്റൊരു കാര്യം കൂടെ പഠിക്കാം. അതായത് ഓരോ NAND ഗേറ്റുകൾ ഉപയോഗിച്ച് നമ്മുടെ ബേസിക് ഗേറ്റുകളും പിന്നെ ഡിറൈവ്ഡ് ഗേറ്റുകളും ഇതൊക്കെ എത്ര NAND ഗേറ്റ് ഉപയോഗിക്കണം എന്നുള്ള ഈ ടേബിൾ ഒന്ന് പഠിച്ചു വെച്ചാൽ നമുക്ക് ഭയങ്കര എളുപ്പം. അതായത് നോട്ട് ആൻഡ് ഓർ എഴുതുക. ഓക്കെ, അത് നമുക്കറിയാം. അതിൻ്റെ ഗേറ്റിൻ്റെ പ്രയോറിറ്റി അനുസരിച്ചിട്ട് നോട്ടാണ് ആദ്യം വരികയാണെങ്കിൽ, ഇപ്പം നോട്ടും ആൻഡ് ഓറും ഒരുമിച്ച് വരികയാണെങ്കിൽ നോട്ട് ആദ്യം ചെയ്യും, പിന്നെ ആൻഡ് ചെയ്യും, പിന്നെ ഓർ ചെയ്യും അല്ലേ. പിന്നെ XNOR നോറിന് ആൻഡ്, ഈ ഓർഡർ ഒന്ന് പഠിച്ചു വയ്ക്കുക. എന്നിട്ട് എത്ര NAND ഗേറ്റ് വേണം? നോട്ട് ആൻഡ് ഓർ XNOR ഇവിടം വരെ 1 2 3 4 5 എന്ന് പഠിച്ചു വയ്ക്കുക. അത് ബുദ്ധിമുട്ടില്ലല്ലോ. ഇനി നോർ ഗേറ്റ് NAND ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ 4 എണ്ണം വേണം. അതേപോലെ NAND ഉപയോഗിച്ചാണെങ്കിൽ 1 എണ്ണം മതി അല്ലേ, അത് നമുക്കറിയാം അല്ലേ. അപ്പോൾ അതേപോലെ തന്നെ നോർ ഗേറ്റ് ഉപയോഗിച്ചിട്ടാണെങ്കിൽ 1 തന്നെയാണ്. ഓക്കെ, ഇനിയിപ്പോൾ ഈ 2 ഇങ്ങനെയും 3 ഇങ്ങനെയും വരും, 4 ഇങ്ങനെയും 5 ഇങ്ങനെയും വരും, ഇവിടെ 4 ഇങ്ങനെയും 1 ഇങ്ങനെയും വരും. അതായത് ആൻഡ് നോർ ഉപയോഗിച്ചുകൊണ്ട് ആൻഡ് ഗേറ്റ് ചെയ്യാൻ എത്ര എണ്ണം വേണം? 3 എണ്ണം വേണം. NAND ആയിരുന്നെങ്കിൽ 2. ഓക്കെ, അപ്പോൾ വെറുതെ 1 2 3 4 5 എന്ന് നമുക്ക് എഴുതാൻ അറിയാലോ. ഇവിടെ 1 തന്നെ ഇടുക, ഈ 2 ഇവിടേക്ക് ഇടുക, ഈ 3 ഇവിടേക്ക് ഇടുക, ഈ 4 ഇവിടേക്ക് ഇടുക, ഈ 5 ഇവിടേക്ക് ഇടുക, പിന്നെ 4 1 കൂടെയാണ്. അപ്പോൾ ഈ 4 ഇവിടെയും ഇവിടെ 1 ഇടുക. ഇനി ഇതെന്തൊക്കെയാണ്? ഇത് NAND ഉപയോഗിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ മാത്രം, ഇത് NOR മാത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള ഗേറ്റുകൾ. ഇനി ഇവിടെ എന്തൊക്കെയാണ് വരുന്നത്? നോട്ട് ആൻഡ് ഓർ, അത് നമുക്കറിയാലോ. പിന്നെ XNOR അത് മനസ്സിലായി. അത് കഴിഞ്ഞിട്ട് പിന്നെ NAND ഉപയോഗിച്ചുകൊണ്ടുള്ള നോറും NANDും. ഓക്കെ, ഇത് വെറുതെ 2 പ്രാവശ്യം എഴുതി പഠിച്ചു കഴിഞ്ഞാൽ ഇത് സിമ്പിളായിട്ട് കിട്ടും. എന്തായാലും 1 മാർക്ക് ഇതിൽ കിട്ടും. കാരണം ഇത് എപ്പോഴും ചോദിക്കാറുള്ളൊരു ചോദ്യം, ഇതിൽ എന്തെങ്കിലും ഒരെണ്ണമെങ്കിലും ചോദിക്കാറുണ്ട്. അതായത് NAND മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഓർ ചെയ്യാൻ എത്ര NAND ഗേറ്റ് വേണം എന്ന് വെച്ചാൽ 3 എണ്ണം. നോർ മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഒരു XOR ചെയ്യണമെങ്കിൽ എത്ര ഗേറ്റ് വേണം എന്ന് വെച്ചാൽ 5 എണ്ണം. ഓക്കെ, അതൊക്കെ ഒന്ന് ഓർത്തിരുന്നു കഴിഞ്ഞാൽ നല്ലതാണ്. ഓക്കെ, മിനിമം നമ്പർ ഓഫ് ഗേറ്റ്സ് ആണ്. അപ്പോൾ ഇതൊന്ന് ഓർത്ത് വയ്ക്കുക. അടുത്ത ചോദ്യം, an OR gate has 4 inputs. ഓക്കെ, OR gate ആണ്, 4 ഇൻപുട്ട് ഉണ്ട്. 1 input is high and other 3 are low. ഔട്ട്പുട്ട് എന്തായിരിക്കും? ഒരു ഇൻപുട്ട് ഹൈ ആണ് എന്ന് പറയുകയാണെങ്കിൽ OR ഗേറ്റ് അല്ലേ, എയും ബിയും ആണ്, A + B ആണ്. അപ്പോൾ 4 ഇൻപുട്ട് ഉണ്ട്, A B C D ഉണ്ട്. അപ്പോൾ സോറി, A + B + C + D ആണ്. അപ്പോൾ എനി വൺ ഹൈ ആയാൽ എന്താണ് ഔട്ട്പുട്ടിൻ്റെ അർത്ഥം? എനി വൺ ഹൈ അല്ലെങ്കിൽ ഏതെങ്കിലും 1 2 3 4 ഹൈ ആയാൽ എന്താ സംഭവിക്കുക? ഔട്ട്പുട്ട് ഹൈ ആവും. അപ്പോൾ ഒരെണ്ണം ഹൈ ആന്ന് പറയണ്ട, അപ്പോൾ ഔട്ട്പുട്ട് എന്താണ്? ഹൈ ആയിരിക്കും അല്ലേ. അപ്പോൾ ഓറാണ്, അത് ഹൈ ആയിരിക്കും. ഓക്കെ, അതാണ് അപ്പോൾ അതിൻ്റെ ഉത്തരം. ബി ആണ് ഉത്തരം. അടുത്ത ചോദ്യം,
ഫോർ എ NAND ഗേറ്റ് വെൻ 1 or more ഇൻപുട്സ് ആർ ലോ ദെൻ ഔട്ട്പുട്ട് വിൽ ബി, നമുക്ക് നോക്കാം ലോ ആയിരിക്കോ ഹൈ ആയിരിക്കോ, ഓൾട്ടർനേറ്റീവ്ലി ഹൈ ആൻഡ് ലോ, അത് സാധ്യതയൊന്നുമില്ല അല്ലേ. ഹൈ ഓർ ലോ ഡിപ്പെൻഡിങ് ഓൺ റിലേറ്റീവ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇൻപുട്സ്, അങ്ങനെയും ഇല്ല. നമുക്ക് നോക്കാം എങ്ങനെയാണ്. എയും ബിയും 0 0 വന്നാൽ 1 വന്നു, 0 1 വന്നാൽ NAND ആണ് 1 വന്നു, 1 0 വന്നാൽ 1 വന്നു, 1 1 വന്നാൽ 0 വന്നു. അതായത് 1 or more ഇൻപുട്സ് ലോ ആയാൽ, 1 or more ഇൻപുട്സ് ലോ ആയാൽ ഔട്ട്പുട്ട് എന്താന്ന് എപ്പോഴും 1 ആയിരിക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഔട്ട്പുട്ട് 1 ആയിരിക്കും. NAND എഴുതാൻ ബുദ്ധിമുട്ടുള്ളവർ എന്ത് ചെയ്താൽ മതി എന്നറിയോ, AND എഴുതുക ആദ്യം, അതായത് 0 0 0 1, എന്നിട്ട് അത് NAND ചെയ്യാം. ഓക്കെ, എന്നിട്ട് അത് 0നെ 1ഉം 1നെ 0 ആക്കി മാറ്റാം. ഓക്കെ, അത്രയേ ഉള്ളൂ, അത് വളരെ എളുപ്പമാണ്. ഓക്കെ, മനസ്സിലായല്ലോ അല്ലേ. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഗേറ്റ് ഇസ് ഓൾസോ കോൾഡ് ഓൾ ഓർ നത്തിങ് ഗേറ്റ്? ഒന്നുകിൽ എല്ലാം അല്ലെങ്കിൽ ഒന്നുമില്ല. ആൻഡ് ആണോ, ഓർ ആണോ, നോർ ആണോ, എക്സോർ ആണോ എന്നാണ് ചോദ്യം. ഓൾ ഓർ നത്തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻഡ് ആണ് കേട്ടോ. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ എല്ലാം ഹൈ ആണെങ്കിൽ എന്താ സംഭവിക്കുക, എല്ലാം ഹൈ ആണെങ്കിൽ മാത്രമേ ഔട്ട്പുട്ട് ഹൈ ആവുള്ളൂ, ബാക്കി എല്ലാ സമയത്തും നോ ആയിരിക്കും. അതായത് ഓൾ ആണെങ്കിൽ ഹൈ ആയിരിക്കും, ഓൾ ഹൈ ആണെങ്കിൽ അതും ഹൈ ആയിരിക്കും. നത്തിങ് ആണെങ്കിലോ വേറെ ഏതെങ്കിലും ഒരെണ്ണം എങ്കിലും ലോ ആണെങ്കിൽ നത്തിങ് ആണ്, 0 ആയിരിക്കും, ലോ ആയിരിക്കും. ഓള് അല്ലെങ്കിൽ നത്തിങ്. ഓക്കെ, അത് ഹൈ അല്ലെങ്കിൽ ലോ. ഓൾ ആവുമ്പോൾ ഹൈ ആവും, എല്ലാം ഹൈ ആവുമ്പോൾ ഹൈ ആവും, അങ്ങനെ ഓർക്കുക. അപ്പോൾ അത് ആൻഡ് ആണ് അല്ലേ. അടുത്ത ചോദ്യം, എ ഷിഫ്റ്റ് രജിസ്റ്റർ യൂസിങ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ഇസ് കോൾഡ്. ഒരു ഷിഫ്റ്റ് രജിസ്റ്റർ ഉപയോഗിക്കുന്ന ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉപയോഗിക്കുന്ന ഷിഫ്റ്റ് രജിസ്റ്ററിനെ എന്താ വിളിക്കുക? യൂണിവേഴ്സൽ ഷിഫ്റ്റ് രജിസ്റ്റർ എന്ന് വിളിക്കുകയൊക്കെ ചെയ്യാം. പക്ഷെ ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉപയോഗിക്കുന്ന രജിസ്റ്റർ എന്ന് പറയുമ്പോൾ വേറെ എന്തോ ആണ് അവർ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഡൈനാമിക് ഷിഫ്റ്റ് രജിസ്റ്റർ ആണോ? അല്ല കേട്ടോ, ഡൈനാമിക് ഷിഫ്റ്റ് രജിസ്റ്റേഴ്സിൽ ഈ മോസ് ഒക്കെയാണ് ഉപയോഗിക്കുക. ഓക്കെ, സ്റ്റാറ്റിക് ഷിഫ്റ്റ് രജിസ്റ്റർ ആണോ? അതെ, സ്റ്റാറ്റിക് ഷിഫ്റ്റ് രജിസ്റ്റേഴ്സിൽ ഈ ഫ്ലിപ്പ് ഫ്ലോപ്പാണ് ഉപയോഗിക്കുക. ഫ്ലിപ്പ് ഫ്ലോപ്പ് ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ് ആണോ, ഇതാണ് ചോദ്യം. അപ്പോൾ ആക്ച്വലി ആദ്യം തന്നെ മനസ്സിലാക്കുക, ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ് 2 ടൈപ്പ് ഉണ്ട്. സ്റ്റാറ്റിക് ഷിഫ്റ്റ് രജിസ്റ്റേഴ്സും ഉണ്ട്, ഡൈനാമിക് ഷിഫ്റ്റ് രജിസ്റ്റേഴ്സും ഉണ്ട്. സ്റ്റാറ്റിക് ഷിഫ്റ്റ് രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ അത് ഫ്ലിപ്പ് ഫ്ലോപ്പ് ഒക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, സ്റ്റാറ്റിക് ഫ്ലിപ്പ് ഫ്ലോപ്പ് ഷിഫ്റ്റ് രജിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് അറിയോ, അതിനകത്ത് എന്തോരം നേരം വേണമെങ്കിലും ഒരു ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. പക്ഷേ ഡൈനാമിക്കിൽ നമ്മൾ ഈ മോസ് ഒക്കെയാണ് ഉപയോഗിക്കുക. അത് ഈ റിഫ്രഷ് പീരീഡും കപ്പാസിറ്ററൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് അതിൽ ഈ റിഫ്രഷ് പീരീഡൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ മെമ്മറി റിഫ്രഷ് ആയിക്കൊണ്ടിരിക്കും, നമ്മുടെ ഡാറ്റ പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉപയോഗിക്കുന്ന ഷിഫ്റ്റ് രജിസ്റ്ററിനെ എന്താ പറയുക? സ്റ്റാറ്റിക് ഷിഫ്റ്റ് രജിസ്റ്റർ എന്നാണ് പറയുക. ഓക്കെ, അടുത്ത ചോദ്യം, എ പ്രോഗ്രാം ദാറ്റ് കൺവേർട്സ് കമ്പ്യൂട്ടർ ഡാറ്റ ഇൻടു സം കോഡ് സിസ്റ്റംസ് അതർ ദാൻ ദി നോർമൽ വൺ ഈസ് കോൾഡ്. അപ്പോൾ എന്തോ കൺവേർഷനാണ് അവിടെ നടക്കുന്നത്. കമ്പ്യൂട്ടർ ഡാറ്റേനെ എന്തോ കോഡായിട്ട് കൺവേർട്ട് ചെയ്യണം. നോർമലായിട്ട് അല്ലാത്ത കോഡായിട്ട് കൺവേർട്ട് ചെയ്യുന്നതിന് എന്താ പറയുക? എൻകോഡർ എന്നാണോ? അതെ കേട്ടോ, സിമുലേഷൻ അല്ല, എമുലേറ്റർ അല്ല, കോഡ് അല്ല, എൻകോഡർ ആണ്. ഓക്കെ, അതായത് ഒരു കോഡിൽ നിന്ന് നമുക്കറിയാവുന്ന ഒരു ഡേറ്റനെ എൻകോഡ് ചെയ്യണം മറ്റൊരു കോഡിലേക്ക്, നോർമൽ അല്ലാത്ത രീതിയിലുള്ള കോഡിലേക്ക് എൻകോഡ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? എൻകോഡർ എന്ന് പറയുന്നത്. ഓക്കെ, അതൊരു പ്രോഗ്രാമാണ്. അടുത്ത ചോദ്യം, ഹൗ മെനി 3 to 8 decoders with enable input are needed to construct a 6 to 4 line decoder using other logic gates? ഓക്കെ, നമുക്ക് നോക്കാം. 11 ആണോ, 10 ആണോ, 9 ആണോ, 8 ആണോ, ഇത് കണ്ടുപിടിക്കാൻ ഒരു എളുപ്പം ഫോർമുലയുണ്ട്. ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 to 64 ഡീകോഡർ അല്ലേ ഉണ്ടാക്കേണ്ടത്? എന്തുപയോഗിച്ച്? 3 to 8 ഡീകോഡർ ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കണം. ഓക്കെ, അപ്പോൾ യൂസിങ് ഇതായതുകൊണ്ട് എത്ര ഔട്ട്പുട്ട് ഉണ്ടെന്ന്? 64 ഔട്ട്പുട്ട് ഉണ്ട്. എത്ര ഔട്ട്പുട്ടുള്ള ഡിവൈസസ് ആണ് നമ്മുടെ കയ്യിലുള്ളത്? 8 ആണുള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? 64/8 ചെയ്യുക. 64/8 ചെയ്തപ്പോൾ എന്ത് കിട്ടി? 8 കിട്ടി. ഇനി ഈ 8 ഡിവൈഡഡ് ബൈ ഇത് ചെയ്യുക. 8/8 ചെയ്തപ്പോൾ എന്ത് കിട്ടി? 1 കിട്ടി. ഇനി ഇത് കൂടെ ആഡ് ചെയ്യാം. അതായത് 1 കിട്ടുന്നവരെ ചെയ്തുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ 1 or 0, ചിലപ്പോൾ 0 കിട്ടും. അതായത് ഇപ്പം നമുക്ക് 4 ആണ് ഇവിടെ കിട്ടിയെന്ന് വരിക. 4/8 എന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കോഷ്യൻ്റ് എടുത്താൽ മതി, റിമൈൻഡർ എടുക്കണ്ട. അപ്പോൾ 4/8 പോയിന്റ് എന്ന് പറഞ്ഞാൽ എടുക്കേണ്ട ആവശ്യമില്ല. പോയിന്റ് എന്ന് പറഞ്ഞാൽ എത്ര എണ്ണമാണ്? അങ്ങനെ ഒരു പോയിന്റ് എണ്ണം എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഒരു ഹോൾ നമ്പർ തന്നെ വരണം. അപ്പോൾ ഇത് 0 എന്ന് എടുക്കാം. അപ്പോൾ ഇത് 0 ആണ്. അപ്പോൾ 8 + 0 എന്ന് എടുക്കണം. അപ്പോൾ ഇതിങ്ങനെയല്ല വന്നത്. നമുക്കിപ്പോൾ എന്ത് വന്നു? 8/8 വന്നു, 1 വന്നു. അപ്പോൾ 8 + 1 എന്ത് കിട്ടി? 9 കിട്ടി. ഇങ്ങനെയാണ് ഉത്തരം കിട്ടുക. മനസ്സിലായല്ലോ അല്ലേ. അപ്പോൾ 64 എണ്ണം എന്ന് വന്നപ്പോൾ 64 ഔട്ട്പുട്ട് സൈഡ് എടുക്കുക. 64 ബൈ എത്ര ഔട്ട്പുട്ട്, ഇൻറ്റൻഡഡ് ഔട്ട്പുട്ട് എന്താണോ ഡിവൈഡഡ് ബൈ ഗിവൺ
എന്താ പറയുക, നമുക്ക് തന്നിട്ടുള്ളതിൻ്റെ ഔട്ട്പുട്ട്, നമുക്ക് തന്നിട്ടുള്ള ഗേറ്റിൻ്റെ സ്പെക്ക് എടുക്കുക. അപ്പോൾ അത് ഔട്ട്പുട്ട് സ്പെക്ക് എടുക്കുമ്പോൾ 64/8 കിട്ടും. 64/8 8 ആണ്. 8/8 എടുക്കുക 1 കിട്ടും. അപ്പോൾ 8 + 1 എടുക്കുക 9 കിട്ടി. മനസ്സിലായല്ലോ? അപ്പോൾ 9 എണ്ണം എന്ന് നമുക്കവിടെ പറയാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആണല്ലോ? അടുത്ത ചോദ്യം. In a multiplexer, the number of select lines are n. Size of multiplexer is 2n into n ആണോ, n into 1 ആണോ, 1 into 2n ആണോ, 2n into 1 ആണോ? നമുക്ക് ഇതെല്ലാവർക്കും ഇതിൻ്റെ ഉത്തരം അറിയാം അല്ലേ? അപ്പോൾ മക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മൾട്ടിപ്ലെക്സർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊറ്റ ഔട്ട്പുട്ടേ ഉണ്ടാവത്തുള്ളൂ, കുറേ ഇൻപുട്ടുകളും ഉണ്ടാവും. ഓക്കെ, കുറേ സെലക്ട് ലൈനും ഉണ്ടാവും. ഇപ്പോൾ ഒരു n സെലക്ട് ലൈൻ ഉണ്ടെങ്കിൽ ഇത് 2n ഇൻപുട്ട് ലൈൻസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ എപ്പോഴും ഔട്ട്പുട്ട് 1 ആയിരിക്കും. അപ്പോൾ 2n/1 ആണ് ഉത്തരം. 2n/1 ആണ്, D ആണ് ഇതിൻ്റെ ഉത്തരം. സൈസ് ഓഫ് ദ മൾട്ടിപ്ലെക്സർ എന്താണ്? 2n/1. വേറെ n is a number of select lines. അതായത് ഇവിടെ n 2 ആണെങ്കിൽ ഇവിടെ എത്ര ഇൻപുട്ട് ഉണ്ടാവും? 4 ഇൻപുട്ട് ഉണ്ടാവും. 2/2 4 ഇൻപുട്ട് ഉണ്ടാകും. ഓക്കെ, മനസ്സിലായല്ലോ? അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. How many OR gates are required for an octal to binary encoder? ഒരു octal to binary encoderന് എത്ര OR gate വേണം? 3, 2, 8 or 10 എന്നുള്ളതാണ് ചോദ്യം. നമുക്ക് അതിലേക്ക് പോവാം. ഇതിലെങ്ങനെ വരികയെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഇവിടെ നമുക്ക് നോക്കി നോക്കാം. നോക്കിയേ, ഒക്ടൽ ടു ബൈനറി എൻകോഡർ ആണ് കേട്ടോ. ഒക്ടൽ ടു ബൈനറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് എന്തോരം ഇൻപുട്ട് ഉണ്ട്? 8 ഇൻപുട്ടുകളുണ്ടാവും. ഓക്കെ, 8 ഇൻപുട്ട് ലൈൻസ് ഉണ്ട്. എത്ര ഔട്ട്പുട്ട് ഉണ്ട്? ബൈനറി ആയതുകൊണ്ട് 8 ഇൻപുട്ടുകളെ, അതായത് 0 മുതൽ 7 വരെ റെപ്രസെൻറ്റ് ചെയ്യാൻ 3 ബിറ്റ് പോരെ. അപ്പോൾ ഇതിനെ എന്താ പറയുക? 8/3 എൻകോഡറാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എത്ര OR ഗേറ്റ് വേണം എന്നാണ് ചോദ്യം. അപ്പോൾ OR ഗേറ്റ് ഇൻപുട്ട് സൈഡിലാണോ ഔട്ട്പുട്ട് സൈഡിലാണോ എന്ന് അറിഞ്ഞാൽ മതി. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യാമെന്ന് ഞാൻ വേഗം ഒന്ന് പറഞ്ഞുതരാമേ. അപ്പോൾ ഇത് ഇൻപുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ y0, y1, y2, y3, y4, y5, y6, y7 ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം y0 ഇത് 1 ആണെന്ന് വിചാരിക്കുക. അതായത് y0 എന്ന് പറയുന്ന ആൾ 1 ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് എന്ത് വരണം? y0ൻ്റെ ഔട്ട്പുട്ട് വരണം. അപ്പോൾ എന്താ വരിക? A0, A1, A2 എന്ന് പറയുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 0, 0, 0 വരും. ഇനി y1 1 എങ്കിലും, അപ്പോൾ ബാക്കിയെല്ലാം 0 ആയിരിക്കണം കേട്ടോ. ഇത് പ്രയോറിറ്റി എൻകോഡർ ഒന്നുമല്ല. ബാക്കിയെല്ലാം ആ സമയത്ത് 0 ആണെന്നാണ് നമ്മൾ അങ്ങോട്ട് അസ്യൂം ചെയ്യുക. അപ്പോൾ ഇതിനകത്ത് y1 1 വന്നാൽ എന്ത് പറ്റും? ഇവിടെ എന്ത് വരണം? 0, 0, 1 എന്ന് വരണം. ഓക്കെ, അപ്പോൾ ഇത് ഔട്ട്പുട്ട് എങ്ങനെയാണ് വരിക? ഇതെങ്ങനെയാണ് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുക? അതായത് നമ്മൾ ഈ y0, y1, y2, y3, y4, y5, y6, y7 എടുത്തിട്ട് ഇതിലിങ്ങനെ കുറേ ലൈൻസ് ഉണ്ടാവും. എന്നിട്ട് y0 കണ്ടോ, അത് 1 ആവുമ്പോൾ ഏത് 3ഉം 0 ആണ്. അപ്പോൾ കുഴപ്പമില്ല. ഇതിങ്ങനെ ലൈൻസ് നമ്മൾ വരയ്ക്കും. എന്നിട്ടുണ്ടല്ലോ നമ്മൾ എന്തുണ്ടാക്കും? ഒരു OR ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കും. ഔട്ട്പുട്ട് സൈഡിൽ ഒരു OR കൊണ്ടുപോയി കൊടുക്കും. അപ്പോൾ എത്ര ഔട്ട്പുട്ട് വേണം? 3 ഔട്ട്പുട്ട് വേണ്ടേ? അപ്പോൾ 3 OR വരും. ഓക്കെ, അതായത് ഇപ്പോൾ y1ൽ ഇവിടെ ഒരു 1 വന്നപ്പോൾ A0 1 വന്നു അല്ലേ? അപ്പോൾ y1ൻ്റെ അവിടെ A0ൻ്റെ ഗേറ്റ് ഇതല്ലേ? അപ്പോൾ A0ൻ്റെ ഗേറ്റിൻ്റെ അവിടെ പോയിട്ട് y1 അടിക്കും. ഓക്കെ, അതാണ് അവിടെ ചെയ്യുന്നത്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഒരു മിനിറ്റ്, ഞാൻ പഴയ സാധനങ്ങളൊക്കെ ഒന്ന് മാറ്റി തരാം. അപ്പോൾ ഒന്ന് വൃത്തിയായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ നോക്കിയേ, ഇങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ കൊണ്ടുപോയിട്ട് ഇത് A0ൻ്റെ ഓറാണ്. അപ്പോൾ A0 വരേണ്ട ഓറാണ്, ഇത് A1 വരേണ്ട ഓറാണ്, ഇത് A2 വരേണ്ട ഓറാണെങ്കിൽ ഇവിടെ y1 കൊണ്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടി. അപ്പോൾ ഇപ്പോൾ y1 ഹൈ ആണെങ്കിലോ എന്ത് വന്നു? A0ൻ്റെ അവിടെ ഒരെണ്ണം ഹൈ ആയല്ലോ. അപ്പോൾ ഇവിടെ 1 വരും, ബാക്കിയൊക്കെ 0 ആയിരിക്കും. ഓക്കെ, കാര്യം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ ഇത് ഫുള്ള് എഴുതണം. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാവും? എത്ര ഓർ വേണമെന്ന് മനസ്സിലാവും? 3 ഓർ വേണമെന്ന് മനസ്സിലാവും. അപ്പോൾ 3 ആണ് അതിൻ്റെ ഉത്തരം. ഓക്കെ, അടുത്ത ചോദ്യം. Which of the following circuit can be used as parallel to serial converter? Parallel to serial converter ഇത് തന്നിട്ടുള്ളതിൽ ഏതാണ് അത് ഉപയോഗിക്കാൻ പറ്റുന്നത്? മൾട്ടിപ്ലെക്സർ. മൾട്ടിപ്ലെക്സറിന് ഉപയോഗിക്കാം. കാരണം എന്തുകൊണ്ടാണ്? പാരലൽ ആയിട്ടുള്ള തന്നിട്ടുള്ള ഡാറ്റേനെ ഒരൊറ്റ ഇൻപുട്ടായിട്ട് ഒരൊറ്റ ഔട്ട്പുട്ടായിട്ട് അത് കൊടുക്കുകയല്ലേ ചെയ്യുന്നത്. ഔട്ട്പുട്ട് ഒരെണ്ണേ ഉള്ളൂ, കുറേ ഇൻപുട്ട്സ് ഉണ്ട്. അപ്പോൾ പാരലലായിട്ട് വരുന്ന ഡാറ്റേനെ ഒരൊറ്റ ഔട്ട്പുട്ടായിട്ട് കൊടുക്കുകയും അത് ഒരു ഇതുപയോഗിച്ചിട്ട്
ക്ലോക്ക്ഡ് ആയിട്ടുള്ള ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ് എങ്ങാനും ഉപയോഗിച്ചിട്ട് നമുക്ക് പുറത്തേക്ക് കൊടുത്തുകൊണ്ടേ ഇരിക്കുകയും ചെയ്യാം. അപ്പോൾ അതിനെ കൺവേർട്ട് ചെയ്യുകയും ചെയ്യാം. പാരലൽ ടു സീരിയൽ കൺവേർട്ടർ ആയിട്ട് അത് ഉപയോഗിക്കാം. അപ്പോൾ എന്താണ് ഉത്തരം? പാരലൽ ടു സീരിയൽ കൺവേർഷൻ ഇസ് നോർമലി അക്കംപ്ലിഷ്ഡ് ബൈ ദ മൾട്ടിപ്ലെക്സർ യൂസിങ് എ കൗണ്ടർ. ഒരു കൗണ്ടറും വെച്ചിട്ട് ഒരു മക്സും വെച്ച് കഴിഞ്ഞാൽ എന്തായി സംഭവം? ഒരു ഇതായി പാരലൽ ടു സീരിയൽ കൺവേർട്ടറായി അല്ലേ? കുറേ പാരലൽ ഡാറ്റ ഇൻപുട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇവിടെ എന്ത് വരും? ഡാറ്റ സെലക്ട് അനുസരിച്ചിട്ട് ഇവിടെ ഇപ്പോൾ കൗണ്ടറാണേ, കൗണ്ടർ ഇതൊരു കൗണ്ടറാണ്. കൗണ്ടർ അനുസരിച്ചിട്ട് 0 0 0 എന്ന് വന്നു എന്നിരിക്കുക. അപ്പോൾ ഡാറ്റ ഇൻപുട്ട് എന്ത് വന്നു? ഒരു സീറോൻ്റെ ആ ഡാറ്റ ഔട്ട്പുട്ട് ചെയ്തു. ഇപ്പോൾ ഇവിടെ എന്താ പറയുക, 0 1 0 0 1 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? 0 1 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 2 ആണ്. അപ്പോൾ D2യിലുള്ള വാല്യൂ എന്താണോ 0 ആയാലും 1 ആയാലും ഇവിടേക്ക് ഔട്ട്പുട്ട് ചെയ്യും. ഓക്കെ, അതുപോലെ നമുക്കത് ചെയ്തു വെക്കാൻ പറ്റും. അപ്പം മക്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒരു പാരലൽ ടു സീരിയൽ കൺവേർഷൻ ഇവിടെ ചെയ്യാൻ പറ്റും. അപ്പോൾ പാരലായിട്ടുള്ള ഡാറ്റേനെ, പാരലായിട്ട് ഇവിടെ സ്റ്റോർ ചെയ്തിട്ടുള്ള ഡാറ്റേനെ എന്ത് ചെയ്തു? നമ്മൾ സീരിയലായിട്ട് കൺവേർട്ട് ചെയ്ത് വിട്ടു. അപ്പോൾ അത് മൾട്ടിപ്ലെക്സറായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ നമുക്കിതുപോലെ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. പാർട്ട് 2 കഴിഞ്ഞിരിക്കുകയാണ് നമ്മുടെ മാരത്തോൺ MCQ ഡിജിറ്റൽ സർക്യൂട്ട്സിൻ്റെ. താങ്ക് യു.